ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബാബ ഡിവോട്ടിയുടെ അനുഭവമാണ് കേട്ടോ. അവർക്ക് ബാബയോടുള്ള ഭക്തിക്ക് ബാബ നൽകിയ ഒരു മറുപടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമേ തന്നെ അവർ ഒരു 3 പേരടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു കേട്ടോ. ഒരു അച്ഛനമ്മ, ഒരു കുഞ്ഞ്. അവർക്ക് ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് അവർക്ക്. അപ്പോൾ ചെറിയ രീതിയിലായിരുന്നു അവർ തുടങ്ങിയിരുന്നത്. അതുമല്ല, അവർ അലട്ടിയിരുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാരെ പോലെയും സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അതിലവരെ സാമ്പത്തികമായി വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഭക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സന്തോഷമാകട്ടെ, അവരുടെ ദുഃഖമാകട്ടെ, അതൊക്കെ അവരാദ്യം ഷെയർ ചെയ്തിരുന്നത് ബാബയോടായിരുന്നു കേട്ടോ. കാരണം ആരോട് പറയുന്നതിനേക്കാളും അവരുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷ നിമിഷങ്ങളും എല്ലാം ബാബയോടായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത് മനസ്സിന് മറ്റും മനുഷ്യരോട് പറയുന്നതിനേക്കാളും അവർ ബാബയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബാബയുടെ മറുപടി തിരിച്ചവർക്ക് ലഭിച്ചിരുന്നത് മനസ്സിനുള്ളിൽ ഒരു സമാധാനവും ആരോ ഒരു അറിയാതെ ആശ്വസിപ്പിക്കുന്ന ഒരു ഫീലുമായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മിറാക്കിളിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് അവർക്ക് ഒരു അത്യാവശ്യമായിട്ട് കുറച്ച് പണം കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വളരെ അത്യാവശ്യമായി അവർക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സമയത്ത് അവർക്കറിയാവുന്ന പലരോടും അവർ ചോദിക്കുകയാണ് ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു പണവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം വരേണ്ട സമയം വളരെ അടുത്താണ്. അപ്പോൾ അവർക്കറിയാവുന്ന എല്ലാ സോഴ്സസും അവർ തേടി പോവുകയാണ് കേട്ടോ. പക്ഷേ ആ നാൾ അടുക്കും തോറും അവർക്ക് ഒരു വഴിയും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ. അതിന് ആലോചിച്ചുള്ള വിഷമവും പ്രഷറും ഒക്കെ നമുക്ക് ആ ഒരു ഫീലിങ്സ് അനുഭവിച്ചറിയുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരുന്നു അവരും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ആ ഒരു തീയതി ഇങ്ങനെ അടുക്കുകയും ഒന്നും തന്നെ മുന്നിൽ ഒരു വഴിയും കാണാത്ത ഒരു സിറ്റുവേഷനിൽ ആ വീട്ടിലെ അമ്മ അവർ ചെയ്തത് ഡെയിലി ബാബയ്ക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല നല്ല കാര്യങ്ങളും അതുപോലെ അവരെ അലട്ടുന്ന പ്രോബ്ലംസും ഒക്കെ ബാബയോട് അവർ പറയുമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഈ ഒരു കാര്യം ഇങ്ങനെ മനസ്സിനെ അലട്ടി വിഷമിക്കുന്ന ഒരു സമയത്ത് അവർ പറഞ്ഞതാണ്, ആ അമ്മ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ബാബ, എൻ്റെ മുന്നിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഈ ഒരു സാഹചര്യത്തെ ഞാൻ എങ്ങനെയാണ് മറികടക്കുക? എന്ത് അത്ഭുതമാണ് അതിലെനിക്കിനി സംഭവിക്കാനുള്ളത് എന്നാണ് ചോദിച്ച് അന്നത്തെ ദിവസത്തെ പൂജയും അതായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല, ഈ ഒരു ചോദ്യം മാത്രമാണ് ചോദിച്ചത്. വിളക്കിന് മുന്നിൽ നിന്നും സത്യം പറഞ്ഞാൽ കരയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ബാബയുടെ ആ ഒരു ഫോട്ടോ നോക്കി കരയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു കേട്ടോ അവർക്ക്. അവർ പലരോടും ഞാൻ പറഞ്ഞില്ലേ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച ഒരു കൂട്ടത്തിലൊരു വ്യക്തിയുടെ ഫോൺ കോളാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ആ അമ്മ ഫോൺ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നോടൊരു സഹായം ചോദിച്ചിരുന്നു, എന്തോ എനിക്കത് ഇപ്പോഴാണ് പെട്ടെന്നത് ഓർമ്മ വന്നത്. നിങ്ങളുടെ മുഖം എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. നിങ്ങൾ ചോദിച്ച അത്രയും പണം എനിക്ക് തരാനില്ലെങ്കിൽ പോലും എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് ആ ഫോൺ കോളിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ട സമയത്ത് ആ ഒരു ഫോൺ അവസാനിച്ച സമയത്ത് അമ്മ ചെയ്തത് ആദ്യം ബാബയോടൊരു നന്ദിയാണ് പറഞ്ഞത്. കാരണം ആ ഒരു ഫോൺ കോൾ കൊണ്ടോ അദ്ദേഹം നൽകുന്ന ആ പണം കൊണ്ടോ അവരുടെ ആ മൊത്തം പ്രശ്നവും തീരുന്നില്ല. പക്ഷേ ആ അമ്മ മനസ്സിലാക്കിയത്, അതാണ് ഞാൻ പറയുന്നത്, അമ്മ ബാബയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നു. കാരണം അവരത് മനസ്സിലാക്കിയിരുന്നത് ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ ഈ ഒരു സാഹചര്യം തരണം ചെയ്യുന്നതിന് എന്ത് അത്ഭുതമാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് അവർക്ക് കിട്ടിയ ഫോൺ കോളിൽ അവർക്ക് മൊത്തം സൊല്യൂഷനും അല്ലെങ്കിൽ പോലും ഒരു സഹായവും അതുവഴി അവരുടെ പ്രശ്നത്തിനൊരു വാതിൽ തുറക്കുകയായിരുന്നു അല്ലേ. അത് അവർ മനസ്സിലാക്കിയ സമയത്ത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യമുണ്ടായി. കാരണം ഞാനിത് ചോദിച്ച സമയത്ത് എൻ്റെ മുന്നിൽ ഒരു കോളെങ്കിലും വന്നു, ഞാൻ ചോദിച്ച ആ ഒരു കാര്യത്തിന് ചെറിയൊരു ഹെൽപ്പെങ്കിലും എനിക്ക് ലഭിച്ചു. അപ്പോൾ ആ ഒരു സഹായത്തെയും ആ ഒരു ഫോൺ കോളിനെയും ആ അമ്മ മനസ്സിലാക്കിയത് ബാബ അവർക്ക് വേണ്ടി നിശബ്ദമായി പ്രതികരിച്ചതുപോലെയും ബാബയുടെ ഒരു സാമീപ്യം, ഒരു പ്രസൻസും ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവരൊന്ന് പറഞ്ഞത്, ആ ഒരു ചെറിയ സഹായം ലഭിച്ചതോടുകൂടി മനസ്സിന് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അത്രയും സമയം ഞാൻ അനുഭവിച്ച ആ ഒരു മാനസികമായിട്ടുള്ളൊരു സംഘർഷം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് മാറിക്കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം എത്ര തന്നെ എൻ്റെ അവസ്ഥ മോശമായിരുന്നാൽ പോലും ഞാനൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ബാബ എനിക്കുള്ള സൊല്യൂഷൻ എനിക്ക്
എനിക്ക് തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും നേരം അത്രയും ദിവസം അനുഭവിച്ച ആ ഒരു പ്രഷറിന് അവർക്ക് അതൊരു വലിയ മിറാക്കിളാണ്. ആ ഒരു ചെറിയ ഹെൽപ്പ് ആയിക്കോട്ടെ, ആ ഒരു ചെറിയ ഫോൺ കോൾ ആയിക്കോട്ടെ, ആ ഒരു അവസരമായിക്കോട്ടെ, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ വലിയൊരു മിറാക്കിൾ തന്നെയാണ്. അതുപോലെ തന്നെ അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഉടനെ തന്നെ നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ബാബയ്ക്ക്. കാരണം ആ ഒരു ചെറിയ ഒരു ഹെൽപ്പും അതിൽ നിന്ന് മനസ്സിലാക്കിയ ബാബയുടെ ഒരു പ്രസൻസും അതിനുവേണ്ടി ബാബയ്ക്ക് നൽകിയ ആ ഒരു നന്ദി എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ മിറാക്കിൾസ് അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അപ്പം നമ്മളും ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് എത്ര തന്നെ മോശം സമയമായിരുന്നാൽ പോലും നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ബാബ ഡിവോട്ടി ആണെങ്കിൽ ഉറപ്പായും ബാബയോട് പറയൂ, ബാബ നമ്മളെ കേൾക്കുന്നുണ്ട്, സദാ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം ബാബ ചെവിയോർത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ താമസം നമുക്കുള്ള ഓരോ കാര്യങ്ങളും വൈകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും നല്ലൊരു സൊല്യൂഷൻ ബാബ നമുക്ക് നൽകും. അതിനുവേണ്ടിയാണ് ആ ഒരു കാലതാമസം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ബാബ പറഞ്ഞ 2 മന്ത്രം ശ്രദ്ധ, സബൂരി, വിശ്വാസവും ക്ഷമയും, അതായിരിക്കണം ബാബ ഡിവോട്ടി എന്ന് നമ്മൾ ഓരോരുത്തരും കൂടെ കൊണ്ടുപോകേണ്ടത്. ഓരോ ദിവസവും ഒരു സാഹചര്യവും നമ്മളെ തളർത്തുന്നില്ല. നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൈ പിടിക്കാൻ ബാബ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുകയേ വേണ്ടുവെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.